ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC 2023 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് 10th മെയിൻസ് എക്സാമിനേഷൻ്റെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സതീർത്ഥ്യൻ. അടുത്ത ചോദ്യം, പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? വിവക്ഷ. കാണാൻ ആഗ്രഹിക്കുന്നത് ദൃദൃക്ഷ. ജയിക്കാൻ ആഗ്രഹിക്കുന്നത് ജിഗീഷ. മീമാംസ എന്നതിൻ്റെ അർത്ഥം എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? മധുരം. തിക്തം എന്നതിൻ്റെ അർത്ഥം കയ്പെന്നാണ്. അപ്പം തിക്തത്തിൻ്റെ വിപരീത പദം മധുരം. ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം ഏതാണ്? കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏത്? ചഷം. ഓർക്കാനായിട്ടൊരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. മീൻ എന്ന് പറഞ്ഞാൽ ഫിഷാണല്ലോ, മീൻ ഫിഷാണ്. അപ്പം ഫിഷിൻ്റെ ഷായും ചഷത്തിലെ ഷായും വെച്ച് ഓർക്കുക. മീനെന്ന് പറഞ്ഞാൽ അർത്ഥം ചഷം. അപ്പം മീൻ എന്ന് പറയുമ്പോൾ ഫിഷ്, ഫിഷിൻ്റെ ഷായും ചഷത്തിൻ്റെ ഷായും വെച്ച് ഓർക്കുക. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ശിങ്കിടി പാടുക. തനാശി പാടുക, ഭരതവാക്യം. ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത്. രണ്ടിൻ്റെ അർത്ഥം അവസാനിക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നാണ്. നക്ഷത്രമെണ്ണിക്കുക, വിഷമിപ്പിക്കുക. ചുമ എന്നർത്ഥം വരുന്ന പദം ഏത്? കാസം. ഇതും ഓർക്കാനായിട്ടൊരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. ചുമ വരുമ്പം നമ്മൾ കഫ് സിറപ്പാണല്ലോ കഴിക്കുന്നത്, കഫ് സിറപ്പ്. അപ്പം ചുമയുടെ അർത്ഥം കാസമാണ്. അപ്പം കഫ് സിറപ്പിലെ കായും സിറപ്പ് എന്ന് പറയുമ്പോൾ സിയും ആണല്ലോ, അപ്പോൾ കായും സായും അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ചുമ എന്ന് ഓർക്കുക. കാസം. കഫ് സിറപ്പിലെ കായും സായും, കാസം, ചുമ. കരി പ്ലസ് പുലി ചേർത്തെഴുതുക, കരിമ്പുലി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത്? സ്വാമികൾ. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ബഹുമാന അർത്ഥത്തെ കാണിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം. അധ്യാപകര്, വേലക്കാര്, ഇതൊക്കെ അലിംഗ ബഹുവചനമാണ്. മരങ്ങൾ സലിംഗ ബഹുവചനമാണ്. അവസാനത്തെ ചോദ്യം, വെയിൽനാളം എന്ന പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം വെയിലിൻ്റെ നാളം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്